കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നമ്മിലേക്ക് ഒഴുകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ആത്മാവിൻ്റെ നിറവ് ലഭിക്കാൻ പോവുകയാണ്. ശക്തമായ വചനം പെയ്തിറങ്ങി നമ്മളെ ബന്ധനങ്ങൾ, കെട്ടുകൾ അഴിഞ്ഞു പോകാൻ തീവ്രമായിട്ട് ഇപ്പോൾ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ, സ്വർഗം തുറന്നിറങ്ങി വരൂ, പുതുമഴയായി പെയ്തിറങ്ങൂ. എല്ലാ മക്കളുടെ മേലും സ്നേഹന്മാരിൽ ഇറങ്ങിയപ്പോൾ സ്നേഹാഗ്നിയായി പടരൂ. സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ കർത്താവിന് കാഴ്ചവെക്കാൻ ആത്മാവേ ഞങ്ങളെ സഹായിക്കണമേ, ഒരുക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം കേൾക്കാൻ പോകുന്ന തിരുവചനം 1 സാമുവേൽ 8-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനം. സാമുവേൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു. മൂത്ത മകൻ ജോയേലും രണ്ടാമൻ അബിയായും ബേർഷബായിൽ ന്യായാധിപന്മാരായിരുന്നു. അവർ പിതാവിൻ്റെ മാർഗം പിന്തുടർന്നില്ല. പണമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവേലിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല. അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക. ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരിക എന്ന് അവർ പറഞ്ഞത് സാമുവേലിന് ഇഷ്ടമായില്ല. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് സാമുവേലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല, തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തത് തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക. എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. നല്ലൊരു തിരുവചനം, അഭിഷേകമുള്ളൊരു വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ വചനത്തിൻ്റെ തലക്കെട്ട് പറയുന്നത് രാജാവിന് വേണ്ടിയുള്ള മുറവിളി എന്ന്. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ജനം, ഫറവോയുടെ അടിമത്തത്തിൽ കഴിഞ്ഞ ജനം, കണ്ണുനീരോടെ ജീവിച്ച കാലഘട്ടം, ഒറ്റപ്പെട്ട കാലഘട്ടം, പീഡനങ്ങൾ നിരവധി അനുഭവിച്ച കാലഘട്ടം, ഈജിപ്തുകാരിൽ നിന്ന് പീഡനം അനുഭവിച്ച കാലഘട്ടം, അടിമകളായി കഴിഞ്ഞ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ദൈവമായ കർത്താവ് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി പ്രകാരം, ശപഥപ്രകാരം ഇസ്രായേൽ ജനത്തെ ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും. മോശയിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്, വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അവരെ പുറത്തു കൊണ്ടുവരുന്നു. അവർ ചെങ്കടൽ കടന്നപ്പോൾ അവരാർത്തുപാടി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, ഹല്ലേലൂയ പാടുന്നുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഏറ്റുപറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച് അവർ ഏറ്റുപറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് 40 വർഷം മരുഭൂമിയിലൂടെ പോകുന്ന കാലഘട്ടം. ശരിക്കും ആ നാളുകളിൽ ശരിക്കും ഇവരെ നയിച്ചത് ദൈവമാണ് നയിച്ചത്. മോശെ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയുണ്ട്, അഹ്റോനുണ്ട്, 12 ഗോത്രങ്ങളുടെ തലവന്മാരുണ്ട്. എന്നിരുന്നാലും ശരിക്കും അവരെ വഴി നടത്തിയത് ദൈവമായ കർത്താവായിരുന്നു. ഒരു അദൃശ്യകരം എപ്പോഴും അവർക്ക് കാണാമായിരുന്നു. അവർക്ക് ഭക്ഷണമില്ലാതിരുന്നപ്പോൾ അത്ഭുതകരമായിട്ട് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. കുടിവെള്ളമില്ലാതിരുന്നപ്പോൾ അത്ഭുതകരമായിട്ട് കുടിവെള്ളം കിട്ടിയിട്ടുണ്ട്. മാംസഭക്ഷണം കൊടുത്തിട്ടുണ്ട്. രാവും പകലും സംരക്ഷണം കൊടുക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുന്നുണ്ട്. രാത്രിയിൽ അഗ്നിസ്തംഭം, പകൽ മേഘത്തിൻ്റെ തണലിൽ ഇവരെ കൊണ്ടുപോകുന്ന കാണാൻ പറ്റും. ചൂടൊന്നും ഏൽക്കാതെ, വെയിലൊന്നും ഏൽക്കാതെ അവർ മരുഭൂമിയിൽ തളർന്നു വീഴാതിരിക്കാൻ ദൈവമായ കർത്താവ് ഒരു ഷെയ്ഡ് എപ്പോഴും അവർ കൊണ്ടുവന്ന് കാണാൻ പറ്റും. ശരിക്കും ചരിത്രം പഠിക്കുമ്പോൾ, തിരുവചനം പഠിക്കുമ്പോൾ, പഞ്ചഗ്രന്ഥിയിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും ദൈവമായ കർത്താവ് ആ 40 വർഷം ഒരു അദൃശ്യനായിട്ട് അവരുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. മോശയുടെ വാക്കുകളിൽ വ്യക്തതയോടെ, മോശയല്ല പലപ്പോഴും സംസാരിച്ചത്, ദൈവമാണ് സംസാരിച്ചത്. അഹ്റോനല്ല സംസാരിച്ചത്, അഹ്റോനിലൂടെ ദൈവം സംസാരിക്കുന്നു. അങ്ങനെ ഇസ്രായേൽ ജനത്തെ
അഭിഷേകത്തിലൂടെ കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. ഒരപ്പനെ പോലെ, അമ്മയെ പോലെ, സഹോദരനെ പോലെ, സഹോദരിയെ പോലെ ദൈവമായ കർത്താവിൻ്റെ കരം ഇസ്രായേൽ ജനത്തിൻ്റെ മീതെ ഉണ്ടായിരുന്നു. ആ നാളുകളിൽ ഒരു ശക്തികൾക്കും ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ പറ്റിയില്ല, ഒരു രാജ്യങ്ങൾക്കും പറ്റിയില്ല. പല രാജ്യങ്ങളും പല വിധത്തിൽ ഇവരെ ഭയപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും ദൈവമായിരുന്നു അവരുടെ രാജാവ്. ശരിക്കും മോശ ഒരു ശുശ്രൂഷകനായിരുന്നു. മോശ ഒരു നേതാവെന്ന് പറയാൻ പറ്റില്ല, ഒരു ശുശ്രൂഷകനാണ്. ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നടക്കുന്ന വിശുദ്ധനായ ഒരു പ്രവാചകൻ, കൃപ നിറഞ്ഞ പ്രവാചകൻ. പക്ഷെ ദൈവം അവനെ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും, ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഓരോ പടി കടക്കുമ്പോഴും അവിടെ ദൈവത്തിൻ്റെ വചനമനുസരിച്ചാണ് പടി കടക്കുക. ഓരോ സമയവും യോർദാൻ കടക്കുമ്പോഴും ദൈവം പറയുന്നതനുസരിച്ച്. സ്വന്തമായ താല്പര്യങ്ങൾ അവർക്കില്ല, സ്വന്തമായ കാഴ്ചപ്പാടുകളും ഇല്ല, സ്വന്തമായ ബോധ്യങ്ങളും ഇല്ല. ശരിക്കും ഒരു വാണ്ടറിങ് പീപ്പിൾ, അലഞ്ഞു തിരിയുന്നൊരു ജനമായിരുന്നു. വലിയ കഴിവുകളോ പ്രാപ്തികളോ ഒന്നുമില്ല, പക്ഷേ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം എപ്പോഴും. അവരുടെ തീരുമാനങ്ങൾ കറക്റ്റ് ആകുമായിരുന്നു, ശരിയായിരുന്നു. കാരണം അവരെ നിയന്ത്രിച്ചിരുന്നത് ദൈവമായിരുന്നു, യഹോവയായിരുന്നു. സത്യദൈവമാർ അവരെ നിയന്ത്രിച്ചത്. ഒരു അദൃശ്യകരം, അദൃശ്യ ശബ്ദം, ഒരു അശരീരി ശബ്ദം എപ്പോഴും അവരെ ഇങ്ങനെ നയിക്കുന്നുണ്ടായിരുന്നു. മോശ പറയുന്നൊക്കെ അതേപടി സംഭവിക്കുന്നു. മോശയിലൂടെ ദൈവം ഇവരെ നയിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ യോർദാൻ കടന്ന് കാനാൻ ദേശത്തെത്തി. അവിടെ കഴിയുമ്പോഴാണ് ഇവരെ സ്വഭാവം മാറുകയാണ്. സുഭിക്ഷിതരെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സുഭിക്ഷിതം നിറഞ്ഞ നാട്, എല്ലാ ഫലങ്ങളും നിറഞ്ഞ നാട്, നല്ല മണ്ണും ഭൂമി കണ്ടപ്പോൾ ഇസ്രായേൽ ജനം അന്നുവരെ ഇവരേറ്റു പറഞ്ഞ ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തുന്നത് കാണാൻ പറ്റും. അതാണ് പിന്നീടുള്ള കാലഘട്ടം. അതാണ് പല സംഭവങ്ങൾ കാണാൻ പറ്റും. ജോഷുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണാൻ പറ്റും. ഇവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇവരെ ഭൂമിയിലേക്ക് പോവുക. ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടങ്ങളിൽ, ഇല്ലായ്മയുടെ കാലഘട്ടങ്ങളിൽ, ഒന്നുമില്ലായ്മയുടെ കാലഘട്ടങ്ങളിൽ ഈ അദൃശ്യ ദൈവത്തെ അവർ ഏറ്റുപറയുകയും അനുഭവിക്കുകയും സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. വിജയങ്ങൾ കൊയ്തുകൊണ്ടിരുന്നു. ഒരു ശക്തികളും അവരെ താല്പര്യപ്പിച്ചില്ല, തകർത്തില്ല. കാരണം തകർക്കാൻ പറ്റില്ല. ശക്തനായവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, കൂടെ നടന്നിരുന്ന ദൈവമാണ്. അതവർക്ക് അനുഭവം, പച്ചയായ അനുഭവം. പക്ഷേ ഇനി തകർച്ച കാണുന്നത് ഇതിന് ശേഷമാണ്. കാനാൻ ദേശത്ത് കയറിക്കഴിഞ്ഞപ്പോഴാണ് തകർച്ച ആരംഭിക്കുന്നത്. കാനാൻ ദേശത്ത് കയറിക്കഴിഞ്ഞപ്പോൾ പടിപടിയായിട്ട് ദൈവപ്രമാണങ്ങൾ ഓരോന്നോരോന്ന് അവർ ലംഘിക്കുന്നത് കാണാൻ പറ്റും. ദൈവത്തിൽ നിന്ന് അകലുന്ന കാണാൻ പറ്റും. നേരമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല, ബലിയർപ്പിക്കാൻ പോലും നേരമില്ല. അവർക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം. കൃഷി, ഭൂമി, നല്ല മുന്തിരിത്തോട്ടങ്ങൾ, നല്ല ആപ്പിൾ തോട്ടങ്ങൾ, നല്ല വയലുകൾ, അതിലേക്കെല്ലാം ഇവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോഴേക്കും ഇവർക്ക് ഭയം കയറി. ആ സമയത്താണ് ഇവർക്ക് പലവിധ ഭയങ്ങൾ കയറിയ. ആ സമയത്താണ് ഇവർ സാമുവേൽ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഒരു ദിവസം വന്നിട്ട് പറയുക, പല കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, സാമുവേലേ, നിൻ്റെ മക്കൾ ശരിയല്ല, നിൻ്റെ മക്കളുടെ സ്വഭാവം ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾ പറയാൻ വന്നത് നമുക്ക് ഒരു കാര്യം ചെയ്യും, ഇനി നമുക്ക് സ്വന്തമായ ഒരു രാജാവിനെ വേണം. അത്ര നാളും യഹോവയായിരുന്നു അവരുടെ രാജാവ്. ആ രാജാവിൻ്റെ കീഴിലായിരുന്ന കാലഘട്ടം, ആ ദൈവത്തിൻ്റെ കീഴിൽ വിശ്വാസത്തോടെ നിലനിന്ന കാലഘട്ടം, പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് വിശുദ്ധിയോടെ നീങ്ങിയ കാലഘട്ടം. അവർക്ക് ഒരു പ്രശ്നവുമില്ല, അവർ സുരക്ഷിതരായിരുന്നു. ഒരിടത്തും അവർ പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല. വിജയങ്ങൾ കൊയ്തെടുത്തുകൊണ്ടിരുന്നു. ഭയങ്കര അനുഗ്രഹം. പക്ഷേ ആ ഒരു പക്ഷേ ഇപ്പോൾ സുഭിക്ഷത വന്നപ്പോൾ അവർ ദൈവത്തെ മറന്നു. ഈ തലമുറയുടെയും പ്രശ്നം അതാ. സുഭിക്ഷത വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയും. സുഭിക്ഷതയെ കഴിയുന്ന ആരും ദൈവത്തെ തള്ളിപ്പറയുന്നില്ല എന്ന് ആരും പറഞ്ഞേക്കരുത്. 100% സുഭിക്ഷത കൂടുന്ന വ്യക്തികളും കുടുംബങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ പ്രവൃത്തികൾ കൊണ്ടും വാക്കുകൊണ്ടും അവരുടെ ജീവിതം കൊണ്ടവർ ദൈവത്തെ തള്ളിപ്പറയാറുണ്ട്, ഉപേക്ഷിച്ച് കളയാറുണ്ട്. അതാണ് ഇവിടെ സംഭവിക്കുക. ഇസ്രായേൽ ജനം സുഭിക്ഷത വന്നപ്പോൾ അവർ യഹോവയെ മറക്കുകയാണ്. അവർ പറയുക, ഞങ്ങൾക്ക് രാജാവിനെ വേണം, നിർബന്ധിക്കുക. പ്രവാചകന് ചുറ്റും കൂടുന്നുണ്ട്, അവർ മുറവിളി കൂട്ടുകയാണ്. യഹോവ അത് വേണ്ട, മറ്റു രാജ്യങ്ങൾക്കുള്ളതുപോലെ വേണം. അവരെന്തിനാണ് അങ്ങനെ ആവശ്യപ്പെടാൻ കാരണം? മറ്റു രാജ്യങ്ങൾക്ക് രാജാവുണ്ട്, പടയാളികളുണ്ട്, എല്ലാ സൗകര്യങ്ങളും എന്താണ്, അതുകൊണ്ട് അവരവരുടെ രാജ്യത്തെയും അവരുടെ വസ്തുക്കളെയും സംരക്ഷിച്ചിരുന്നു. അപ്പം ഈ സംരക്ഷണം ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഞങ്ങളും ഭൂമിയും കൃഷിയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, ഇത് സുരക്ഷിതരായിരിക്കണമെങ്കിൽ
അവർ ബുദ്ധിയിൽ ചിന്തിക്കാൻ തുടങ്ങി. ഇനി വേണ്ടത് ഈ ദൈവം എന്ന് പറയുന്ന ആളിനെ ഒന്നുമല്ല, അദൃശ്യനായവനെ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഇനി വേണ്ടത് ദൃശ്യങ്ങളായ ദേവന്മാരും ദൈവങ്ങളും ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന ദൈവങ്ങളുണ്ടാകണം. കണ്ണുകൊണ്ട് കാണാവുന്ന ആളുകൾ രാജാവിനെ വേണം. അപ്പോഴത്തേക്ക് മുറവിളി കൂട്ടുക. ആ സമയത്താണ് പ്രവാചകൻ ദൈവസന്നിധിയിലേക്ക് ചെന്നിട്ട് പറയുക, ദൈവമേ, ജനത്തിൻ്റെ നിലവിളിയും പ്രാർത്ഥനയും, അവരുടെ വാക്കുകൾ നീ കേട്ടല്ലോ, അവരുടെ മുറവുകൾ നീ കേട്ടല്ലോ, അവർ സംസാരിക്കുന്ന നീ കേട്ടല്ലോ, നീ എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ ദൈവമായ കർത്താവ് സാമൂൽ പ്രവാചകന് കൊടുക്കുന്ന മറുപടി ഇതാണ്: അവർ നിന്നെയല്ല, തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. ഈ തലമുറയിൽ ഇത് തന്നെയാണ്. തിരസ്കരിച്ചത് വ്യക്തികളെ അല്ല. ചിലർക്ക് സഭയെ തിരസ്കരിക്കുകയാണ്. ഞായറാഴ്ച കുർബാനയ്ക്ക് നേരമില്ല, കുമ്പസാരിക്കാൻ താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നേരമില്ല, കാരണം അവന് ബിസിനസ് ഉണ്ടെന്നേ, അവന് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ബുദ്ധിപൂർവ്വമുള്ള സുരക്ഷിതത്വത്തിൻ്റെ വഴികൾ കണ്ടുപിടിക്കുക. പണം കൊണ്ടുള്ള സുരക്ഷിതത്വം, ഭവനം കൊണ്ടുണ്ടാക്കുന്ന സുരക്ഷിതത്വം. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉറക്കൊഴിഞ്ഞിരിക്കുന്നത് കൊണ്ടും ഒരു പ്രയോജനമില്ലെന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? അതാണ് ഇനി ചരിത്രം പഠിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനത്തിനും അത് തന്നെ സംഭവിക്കുക. അവർ മുറിവിളി കേട്ടപ്പോൾ ദൈവം അവരെന്നെ തിരസ്കരിച്ചു, അവർ കൊടുത്തേരെ. അവസാനം പറഞ്ഞു, അവരെ അനുസരിക്കുക, ഞാൻ കൊടുത്തേരെ, അനുഭവം കൊണ്ട് പഠിക്കട്ടെ, അനുഭവം കൊണ്ട് പഠിക്കട്ടെ. പിന്നെ നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ കാലഘട്ടം വരികയാണ്. ആദ്യത്തെ രാജാവ് സൗൾ, രണ്ടാമത്തെ രാജാവ് ദാവീദ്, മൂന്നാമത് സോളമൻ്റെ കാലഘട്ടം. ഈ 3 രാജാക്കന്മാരുടെ കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ജനം തീർന്നു, തകർന്നു, തരിപ്പണമായി. കാരണം ദൈവജനത്തെ നയിക്കേണ്ടത് ദൈവമാണ്, വ്യക്തിദൈവങ്ങളല്ല. വ്യക്തിദൈവങ്ങൾ നയിക്കാൻ പോയാൽ, രാജാക്കന്മാർ നയിച്ചാൽ ഇത് മുന്നോട്ട് പോകുകയല്ല. കാരണം ഇവൻ്റെ ഉടയവൻ, ഇവൻ്റെ സ്രഷ്ടാവ് ദൈവമാണ്. ആ ദൈവത്തെ വിശ്വാസത്തിലൂടെ കണ്ടുകൊണ്ട് അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. ഇത് പല കുടുംബങ്ങളിലും പല ദൈവങ്ങളുണ്ട്. ചില കുടുംബത്തിൽ അപ്പൻ ദൈവ, അപ്പനാണ് അവിടുത്തേത്, അതിന് മുകളിലൊരു ദൈവം. എനിക്ക് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, മറ്റൊരു വചനം പറയുന്ന പോലെ, എനിക്ക് മുകളിൽ ഒരു ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ചില പണക്കാർ പറയാറുണ്ട്, എനിക്ക് മുകളിൽ ഒരു ദൈവമില്ല. ചില ബുദ്ധിമാന്മാർ പറയാറുണ്ട്, ഐ ആം ദ ഗോഡ്, ഞാനാണ് ദൈവം. അപ്പോൾ അവന് പക്ഷേ തകരാൻ പോവുക, തീരാൻ പോവുക. അനുഭവം കൊണ്ട് പഠിക്കാം. സാമൂൽ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും നാളും ഞാനല്ല, പ്രവാചകൻ പറയും ഞാനല്ല നിങ്ങളെ നയിച്ച്, ദൈവമാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് മറ്റു ജനതകൾ നിങ്ങളെ ആക്രമിച്ചിട്ടില്ല. ആക്രമിച്ചാൽ അവർ പരാജയപ്പെട്ടിരുന്നു, തിന്മയുടെ ശക്തികൾ തൊട്ടിട്ടില്ല. ഇസ്രായേൽ ജനം സുരക്ഷിതരായിരുന്നു. പക്ഷേ സാവൂൾ രാജപദവി ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം മുതൽ പിന്നെ കാണുന്നത് ഇസ്രായേൽ ജനത്തിനിടയിൽ ഭിന്നതയാണ്, തകർച്ചയാണ്, ഒരുപാട് പ്രശ്നമാണ്, സമാധാനം നഷ്ടപ്പെട്ടു. കാരണം രാജാവ് നയിക്കുന്നത് രാജാവിൻ്റെ ഇഷ്ടപ്രകാരമാണ്, ദൈവ ഇഷ്ടപ്രകാരമല്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ വചനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് 1 സാമുവേൽ 10-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വചനം വായിക്കുമ്പോൾ അവിടെ വ്യക്തതയോടെ കാണുന്നുണ്ട്. സാമുവേലിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവനൊരു പുതിയ ഹൃദയം നൽകി. സാമുവേൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. അതായത് ശരിക്കും അവിടെ ഇവനെ അഭിഷേകം ചെയ്യുന്ന, സാവൂളിനെ പിടിച്ച് അഭിഷേകം ചെയ്യുന്ന സംഭവമാണ് ആദ്യത്തെ വചനം. വീണ്ടും നമ്മൾ 15-ാം അധ്യായത്തിൻ്റെ 10, 11 വചനമുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 10, 11 വചനം വായിക്കുമ്പോൾ കർത്താവ് സാമൂലിനോട് അരുളി ചെയ്തു, സാവൂളിനെ രാജാവാക്കിയത് ഞാൻ ഖേദിക്കുന്നു. സാവൂളൊരു നല്ല മിടുക്കനായ, നല്ല ശരീരമുള്ള, നല്ല കഴിവുള്ള, നല്ല ബുദ്ധിമാനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യത്തെ രാജാവ്. പക്ഷേ അല്പം കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നങ്ങളുണ്ടാകാനും ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അവനങ്ങ് മാറുകയാണ്. അവൻ ഭരണമേറ്റെടുത്തു, ദൈവജനത്തിൻ്റെ മേൽ അധികാരം പ്രയോഗിക്കാൻ തുടങ്ങി, സ്വന്തം ഇഷ്ടപ്രകാരം നീക്കാൻ തുടങ്ങി. ഉടനെ ജനം തകർന്നു. അടച്ച് ദൈവം പറയുന്നുണ്ട്, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, ഈ സാവൂളിൽ നിന്ന് ദൈവാത്മാവ് വിട്ടുപോവുക, ഇറങ്ങിപ്പോയിട്ട് ദുരാത്മാവെന്ന് കയറുന്നത് കാണാൻ പറ്റും. അഭിഷേകം കൊടുത്തതാ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്, പക്ഷേ ദുരാത്മാവെന്ന് കയറിയ ഈ അഭിഷേകം ചോർന്നു പോകുന്നത് കാണാൻ പറ്റും. അതെ, ദൈവത്തെ
അംഗീകരിക്കാത്ത മക്കൾ, ദൈവകൽപ്പനകൾ ലംഘിച്ചു പോകുന്ന മക്കളിലേക്ക് ദുരാത്മാക്കൾ വന്ന് കൂടുന്ന കാണാൻ പറ്റും. സത്യാത്മാവ് വിട്ടുപോകുന്നു, അഭിഷേകം ചോർന്നു പോകുന്നു. പിന്നെ അവർ പെറുപെറുക്കുക, പിന്നെ വരുന്ന ദാവീദിനെതിരെ നീങ്ങുന്നു, ഇസ്രായേലിനെ തകർക്കുന്നു, ഓരോരോ തിന്മ പ്രവർത്തിക്കുക. ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പല കുടുംബങ്ങളും തകർന്നു പോയത്, പല കുടുംബജീവിതങ്ങളും തകർന്നു പോയത് ഈ അഹങ്കാരം കൊണ്ടാണ്. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു. സുഭിക്ഷത വന്നു, പഠനമായി, സൗന്ദര്യമായി, നേട്ടങ്ങളായി, വലിയ കുടുംബം, പേരുകേട്ട കുടുംബം, വലിയ ബിസിനസ് എല്ലാം വന്നപ്പോൾ ദൈവത്തെ അങ്ങ് മാറ്റിവെച്ചു. സ്വന്തം ബുദ്ധി കൊണ്ട് കൊണ്ടുപോവുക. അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ, സങ്കടങ്ങളുടെ കാലഘട്ടങ്ങളിൽ സത്യദൈവത്തെ ആരാധിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വചനാധിഷ്ഠിതമായ ജീവിതമൊക്കെ നയിച്ചു കൊണ്ടിരുന്ന പല മക്കളും ഇന്ന് അതിൽ നിന്നൊക്കെ മാറിയിട്ട് തന്നിഷ്ടം പോലെ പോവുക, ലൗകികമായിട്ട് പോവുക. അതോടെ തകർച്ച വരാൻ തുടങ്ങി, നാശം വരാൻ തുടങ്ങി, അപകടങ്ങൾ വരാൻ തുടങ്ങി, അനർത്ഥം തുടങ്ങി. സാവൂളിൻ്റെ കാലഘട്ടം കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രശ്നമായി. അവിടെ ദൈവം പറഞ്ഞു അവനെ സ്ഥാനഭ്രഷ്ടനാക്കുക, മാറ്റിയിട്ട് ഉടനെ അടുത്തയാളിനെ കയറ്റുക, ദാവീദിനെ കയറ്റി. പക്ഷെ ദാവീദും കുറച്ച് കൊണ്ടുപോയപ്പോഴത്തേക്കും പ്രശ്നങ്ങൾ തുടങ്ങിയ. പിന്നാണ്ട് അതിനുശേഷം നമുക്കറിയാം സോളമൻ വരുന്നുണ്ട്. സോളമൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഇസ്രായേൽ ജനത തന്നെ രണ്ടായിട്ട് വേർപെടുകയാണ്, ഭിന്നത ഉണ്ടാകുക, രണ്ട് ഗ്രൂപ്പായിട്ട് മാറുക. അതിനുശേഷം അസീറിയക്കാർ ഒന്ന് ആക്രമിക്കുക, അതിനുശേഷം ബാബിലോൺകാർ ആക്രമിക്കുക, മുഴുവൻ പിന്നെ തകർച്ചയാണ്. പക്ഷേ ചരിത്രം പഠിക്കുമ്പോൾ ഈ കാനാൻ ദേശത്ത് പ്രവേശിച്ച് ഈ ആദ്യത്തെ രാജാവിനെ അവർ നിയമിക്കുന്ന സമയം വരെയുള്ള ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം സുരക്ഷിതരായിരുന്നു, അപകടമില്ലായിരുന്നു, അനർത്ഥമില്ലായിരുന്നു. കാരണം അവർ ദൈവത്തെ അംഗീകരിച്ചിരുന്നു. ദൈവവചനം അനുസരിച്ചാണ് അവർ മുന്നോട്ട് പോയത്. അല്പം പോലൊന്നും പിന്മാറിയില്ല. നന്നായിട്ട് ദൈവത്തോട് ചേർന്ന കൽപ്പനകൾ അനുസരിച്ച്. അതേ പ്രിയപ്പെട്ട മക്കളെ, തിരിച്ചു വരിക. നമ്മളെ പലപ്പോഴും വിചാരം എന്താ, നമ്മൾ പോകുന്ന വഴി ദൈവത്തിൻ്റെ വഴിയാണ്, ദൈവ ഇഷ്ടമാണ് സംഭവിക്കുന്ന പറയുക. അല്ല മക്കളെ, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. ചിലപ്പോഴൊക്കെ ദൈവം നിങ്ങൾക്ക് ദൈവം വഴങ്ങിക്കൊടുക്കും. ഇതാണ് പഴയ നിയമജനത്തിൽ ഈ വചനത്തിൽ കണ്ടുമുട്ടും സത്യത. സാമൂൽ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു സ്വന്തമായ രാജാവിനെ തരാം. ദൈവം പറഞ്ഞു, അവർ ചെയ്യുന്ന തെറ്റ, അവർ അപകടത്തിലേക്ക് പോവാ, പക്ഷെ അവരെ വിട്ടുകൊടുത്തരേ, അവർ കൊടുക്ക്, അനുഭവം കൊണ്ട് പഠിക്കട്ടെ. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ സങ്കടങ്ങളുടെയും കണ്ണുനീരിൻ്റെയും പ്രശ്നങ്ങളുടെയും ദുരിതത്തിൻ്റെയും നാളുകളാണ് ഇവർ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റാളുകളെ ദൈവങ്ങളാക്കി മറ്റു വാക്കുകൾ കേൾക്കാൻ തുടങ്ങി. സത്യദൈവത്തെ വിട്ടിട്ട് വിജാതി ദേവന്മാർക്ക് ബലികളും പൂജകളും അർപ്പിക്കാൻ തുടങ്ങി. പലവിധ കാര്യങ്ങൾ, പിന്നെ തകർച്ചയാണ്, പിന്നെ പ്രശ്നങ്ങളുടെ ഒരു നീണ്ട നിര കാണുന്നത്. അതേ മക്കളെ, ഇന്ന് ഏതെങ്കിലും വ്യക്തിയോ ഏതെങ്കിലും കുടുംബമോ സമാധാനമില്ല, സ്വസ്ഥതയില്ലെന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഒന്ന്, ദൈവത്തിനോടുള്ള അവിശ്വസ്തത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? തമ്പുരാനെ വിട്ടിട്ട് പണം, പേര്, പെരുമ, വിദ്യാഭ്യാസം, ജോലി, വിദേശം ഇതിനെ ദൈവങ്ങളാക്കിയിട്ടുണ്ടോ? സ്വന്തം ബുദ്ധി കൊണ്ട് ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? അതാണ് ഒരു തകർച്ചയുടെ കാരണം. രണ്ടാമത്തെ തകർച്ചയുടെ കാരണം ഇതാണ്. ദൈവം പറഞ്ഞു, മോനെ ആ വഴിക്ക് പോകരുത്, മോളെ ആ വഴിക്ക് പോകരുത്, അതിനൊക്കെ അപകടമാണെന്ന് പറയുമ്പോൾ, അല്ല ഞാൻ ആ വഴിയെ പോകും, അതാണ് എൻ്റെ വഴി, അത് ശരിയായ വഴിയാണ്, ദൈവമേ നീ എൻ്റെ കൂടെ വന്നാൽ മതി. എങ്ങനെ വരാൻ പറ്റും? ദൈവൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് സ്വന്തം വഴിയെ നീങ്ങിപ്പോകുന്നു. അതാണ് തകർച്ചയുടെ രണ്ടാം ഘട്ടം. മൂന്നാമത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് നാം ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല, തിരിച്ചു വരിക. ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക, മരുഭൂമിയിലേക്ക് തിരിച്ചു വരിക, ദൈവത്തെ വിളിക്കാൻ പഠിക്കുക, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാവും. അവിടെ ഇന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കാം, എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെ വെച്ചാണ് എനിക്ക് വഴിതെറ്റിയത്, എവിടെ വെച്ചാണ് ഞാൻ ദൈവത്തിൽ നകന്നു പോയത്, അത് കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരിക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ദൈവം ഏറ്റെടുക്കും. ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല. കർത്താവ് ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയില്ല. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും. ആമേൻ. സൃഷ്ടികൾ മഹത്വം ദൈവമേ സ്തുതിക്കുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. മുറിവേറ്റ ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രത്യേകം കാഴ്ചവെക്കുന്ന കർത്താവേ യേശുവേ, ഏതെങ്കിലും നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്ന കർത്താവേ യേശുവേ, അങ്ങയുടെ ശക്തമായ സംരക്ഷണം ഞങ്ങൾക്ക് തരണം കർത്താവേ. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ച കാലഘട്ടങ്ങളിൽ അങ്ങ് അവരുടെ കൂടെ വസിച്ചതുപോലെ ഞങ്ങളുടെ കൂടെ വസിക്കണം കർത്താവേ യേശുവേ. ഒരുപാട് വേദനിക്കുന്ന മക്കൾ ഈ സമയത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരോരുമില്ലാത്തവർ പ്രാർത്ഥിക്കുന്നുണ്ട്.
മനസ്സിനിഞ്ഞ ജീവിതങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭയം നിറഞ്ഞ മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വഴിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന നിരവധി മക്കളുണ്ട്. ഈശോയെ അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ പലപ്പോഴും അറിവോട് കൂടി പോരും ദൈവമേ, മാരകമായ പാപങ്ങൾ ചെയ്തിട്ടുള്ള മക്കൾ ഇപ്പോൾ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കരുണ വർഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നിലവിളിക്ക് ഉത്തരം തരണമേ. കർത്താവേ, ഞങ്ങൾ അത്ഭുതം പ്രവർത്തിക്കണമേ. പക്ഷേ വേദനയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, വിട്ടുതലിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളിലേക്ക് ഞങ്ങളുടെ കൃപ കൊടുക്കണം കർത്താവേ. സ്വയങ്ങളുടെ ആണിപ്പാടുള്ള കൈനീട്ടിയവരെ അനുഗ്രഹിക്കണം കർത്താവേ. അങ്ങനെ ഞങ്ങൾ പൂർണ്ണഹൃദയത്തോടെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. അങ്ങല്ലാതെ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല. അങ്ങനെ ഞങ്ങളുടെ രക്ഷകനും കർത്താവും നാഥനും എല്ലാമായിട്ട് ഏറ്റുപറഞ്ഞ കർത്താവേ. സ്വയെ ഞങ്ങൾ അനുഗ്രഹിക്കണം കർത്താവേ. സ്വയം ഞങ്ങളെ ശക്തിപ്പെടുത്തണം കർത്താവേ. സ്വയം ഞങ്ങൾ കരുണ കാണിക്കണം കർത്താവേ. അതിരറ്റ ദയ കാണിക്കണം കർത്താവേ. സൃഷ്ടികൾ വണങ്ങുന്നു യേശുവേ, അങ്ങയുടെ പരിശുദ്ധ രക്തം ഓരോ മകന്റെ മേലും നമ്മൾ കൊടുക്കണേ. യേശുവേ, വർഷിക്കണം. സ്തോത്രം ഉന്നതങ്ങളിൽ സ്തുതി. ഹല്ലേലൂയ. അഭിഷേകം വ്യാപിക്കട്ടെ, വ്യാപിക്കട്ടെ, വ്യാപിക്കട്ടെ. അനുഗ്രഹം കൊടുക്കട്ടെ. വിട്ടുതൽ സംഭവിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ ശക്തി കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ കർത്താവേ. അങ്ങയുടെ വലതു കരത്താൽ ഞങ്ങൾ രക്ഷിക്കണം കർത്താവേ. അങ്ങയുടെ മഹത്വത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഇറക്കണം കർത്താവേ. മനസ്സിന്റെ ബന്ധനം അഴിക്കണം കർത്താവേ. ഈ സമയത്ത് നിരവധി രോഗികൾ അങ്ങയുടെ പരിശുദ്ധ ശക്തിയാൽ സുഖം പ്രാപിക്കട്ടെ കർത്താവേ. അങ്ങയുടെ ഇടപെടൽ സുഖം പ്രാപിക്കട്ടെ. അനുദപിച്ച് പ്രാർത്ഥിക്കുന്ന, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ ഹൃദയങ്ങളെ അനുഗ്രഹിക്കുന്ന നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ ആണിപ്പടുള്ള കൈ നീട്ടണം. നീട്ടി ഇപ്പോൾ എല്ലാ മക്കളും അനുഗ്രഹിക്കണം, അഭിഷേകം ചെയ്യണം, വിടുതൽ നൽകണം. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന. സർവശക്തനെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Oh, Yeshua, ആരാധന, ആരാധന, ആരാധന.